പാലക്കാട് ആലത്തൂരിൽ വയോധികയ്ക്ക് നേരെ ലൈംഗിക അതിക്രമം നടത്തിയ ബി.ജെ.പി. ബൂത്ത് പ്രസിഡന്റ് ഒളിവിൽ പാടൂർ സ്വദേശി സുരേഷിനെതിരെയാണ് കേസെടുത്തത്. പേടിച്ചിട്ട് കരഞ്ഞിട്ട് കാര്യമില്ല, ആരും കൂടെ വരില്ല. പിന്നെ ഞാൻ പറഞ്ഞു, നീ എന്തിനു കൂടെ ഈ ഷെഡിന്റെ ഉള്ളിൽ കയറി എന്താ കയറി പോവാൻ കാഴ്ച പിടിച്ച് തള്ളിയിട്ടു. എത്ര മണിക്കായിരുന്നു സംഭവം? ഒന്നരക്ക്. ഇവിടെ അടുത്തുള്ള ആളാ. അയാളുടെ പേര് ഒരാളാണ്. ഒന്നൊഴിച്ചു. ഇത് പൊളിച്ച് ഉള്ളിൽ കയറിയാ? അതല്ലേ, ഇത് പൊളിച്ചിട്ട് അതല്ലേ. എന്താ വന്ന് പറഞ്ഞു? അകത്തുനിന്ന് എന്തൊക്കെ പറഞ്ഞു? സുധി എന്ന ഭർത്താവിന്റെ പേര് അല്ല, സുധി ആരാണ് എന്നാണ് പേര് പറഞ്ഞത്? സുരല്ലേ വന്ന സുരയാണ്. പ്രജിത്ത് കോങ്ങാട് ചേരുന്നത് വിവരങ്ങളുമായി. പ്രജിത്ത്, എന്താണ് സംഭവം? എപ്പോഴാണിത്? എന്താണ് അവർ പറയുന്ന കാര്യങ്ങളിൽ കൂടുതൽ വ്യക്തത നൽകാൻ കഴിയും? കഴിഞ്ഞ ദിവസം, അതായത് മിഞ്ഞാന്ന് പുലർച്ചെയാണ് ഈ സംഭവം നടക്കുന്നത്. വയോധികയ്ക്ക് നേരെയാണ് കാവശ്ശേരി പാടൂർ സ്വദേശി സുര എന്ന് വിളിക്കുന്ന സുരേഷാണ് ഈ അതിക്രമം നടത്തിയിരിക്കുന്നത്. പാലക്കാട് ആലത്തൂർ പുറമ്പോക്കിൽ കഴിയുന്ന 65-കാരി ഒരു ടാർപ്പായൊക്കെ മേഞ്ഞുള്ള ഷെഡിലാണ് താമസിക്കുന്നത്. ഈ സുര എന്ന വ്യക്തി മദ്യലഹരിയിൽ അവിടുത്തെ പാടൂരിലുള്ള ഫ്ലക്സ് ബോർഡുകളും ഡിവൈഎഫ്ഐന്റെ സകല ബോർഡുകളും തകർത്തിട്ടുണ്ട്. കാവശ്ശേരി പഞ്ചായത്തിലെ 2ാം വാർഡിലെ ബി.ജെ.പി. ബൂത്ത് സെക്രട്ടറി എന്ന ഈ സുരേഷ് വൈകുന്നേരം ഒരു 8 മണിയോടുകൂടി പൊതുസ്ഥലത്ത് വെച്ച് മദ്യപിക്കുന്നതിന്റെ കൂടുതൽ ദൃശ്യങ്ങളും പുറത്തു വന്നിട്ടുണ്ട്. മദ്യലഹരിയിലാണ് ഈ പുറമ്പോക്കിൽ താമസിക്കുന്ന ഈ വയോധികയുടെ വീട്ടിൽ കയറി വരികയും അവരെ ഭീഷണിപ്പെടുത്തിയും ലൈംഗിക അതിക്രമത്തിന് മുതിരുകയും ചെയ്യുന്നത്. ഈ വയോധിക ആകെ ഭയന്ന് വിറച്ച് നിലവിളിച്ച് ആളെ കൂട്ടുകയുമാണ് ഉണ്ടായിരുന്നത്. ആ സമയത്ത് തന്നെ പ്രതി ഓടി രക്ഷപ്പെടുകയാണ് ഉണ്ടായിരിക്കുന്നത്. ആലത്തൂർ പോലീസ് ഇയാൾക്കെതിരെ കേസെടുത്ത് അന്വേഷണം നടത്തുന്നുണ്ട്. പ്രതി ഇപ്പോൾ ഒളിവിലാണ്. പ്രതിയുടെ മൊബൈൽ ഫോൺ ഇപ്പോൾ സ്വിച്ച് ഓഫുമാണ്. ഓക്കെ, എന്താണെങ്കിലും വയോധികയ്ക്ക് നേരെ ആക്രമണം നടത്തിയ ബി.ജെ.പി. ബൂത്ത് പ്രസിഡന്റാണ്. പാടൂർ സ്വദേശി സുരേഷിനെതിരെ കേസെടുത്തിട്ടുണ്ട്. അതിന്റെ വിവരങ്ങളാണ് പ്രജിത്ത് പാലക്കാട് നിന്ന് പങ്കുവച്ചത്.